നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ റമദാൻ മാസത്തിലെ ഫസ്റ്റത്തെ ഒരു ദിവസത്തെ വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പെലച്ചക്ക് നീച്ചക്കാണ്. പെലച്ചക്ക് ചോറും കേട്ടോ. പിന്നെ ഞാൻ വിചാരിച്ചിരുന്നത് പെലച്ചക്ക് അപ്പം ചൂടാ അരി വെള്ളത്തിലിട്ട് കിടക്കാന്നൊക്കെയാണ് വിചാരിച്ചത്. പിന്നെ ഞാൻ കരുതി രാവിലെ 4 മണിക്ക് 3:30 ആണ് ടൈമിൽ നീച്ചാണ്ട് ഈ അടുക്കളയിൽ വന്നാണ്ട് ഇങ്ങനെ അപ്പം ചുട്ടുകൊണ്ട് നിൽക്കേണ്ടിയിരുന്നുണ്ട്. പിന്നെ കടന്നപ്പോൾ തന്നെ എന്താട്ടി റേഷൻ വീട്ടിൽ കുറച്ച് അരി എടുത്തുകൊണ്ട് കുക്കറിൽ വേവിച്ചു. അത് ഒരു 10 മിനിറ്റ് കഴിഞ്ഞേക്ക് തന്നെ അത് ഓഫാക്കുകയും ചെയ്തു. പിന്നെ കുറച്ച് കഴിഞ്ഞേക്ക് ഊറ്റി വെച്ചുകൊണ്ട് പിന്നെ വെള്ളമൊക്കെ വലിച്ചുകൊണ്ട് റൈസ് കുക്കറിൽ വെച്ച് അടച്ചത് കഴിഞ്ഞിട്ടോ. പിന്നെ ചായ ഉണ്ടാക്കിക്കണേ. പിന്നെ കുറച്ച് കോഴി ഇടുന്നുകൊണ്ട് കടന്നപ്പോൾ തന്നെ കുക്കറിൽ അവിടെ വേവിച്ച് ഒരു വിസിലടിച്ചവിടെ വെച്ചതേനി. പെലച്ചക്ക് നീച്ചിട്ടാണ് ഞാനത് തുറന്ന് നോക്കണത്. അപ്പോൾ കോഴിയൊക്കെ നല്ലോണം ബന്ധിക്കണേ, അതിൽ തന്നെ കിടക്കല്ലേ. അപ്പോൾ ഞങ്ങൾ ചോറ് കഴിച്ചാൽ പാത്രമൊക്കെ എടുത്ത് വെച്ചിരിക്കണം കേട്ടോ. നമ്മൾ കോഴിക്കറി ഒന്ന് ചൂടാക്കാൻ വേണ്ടി വെച്ചിരിക്കണം. അപ്പോൾ വെച്ചതല്ലേ, അപ്പോൾ തണുത്തീനി. അപ്പോൾ നമുക്ക് പെലച്ചക്ക് ഒരാളും കൂടി ഉണ്ട് കേട്ടോ. ഞങ്ങൾ മുത്തച്ഛൻ്റെ കുട്ടിയാണ്. അവന് നമ്മളിങ്ങോട്ട് കൂടി ഇങ്ങോട്ട് താമസം മാറി അന്ന് മുതൽ അവൻ ഇങ്ങോട്ട് കിടക്കാൻ വരും. അപ്പോൾ തുറക്കാനൊന്നും ഉണ്ടാവില്ല, പെലച്ചക്ക് വരും, കിടക്കാൻ നേരത്തെ അവൻ വരും. അപ്പോൾ അവൻ ചോറ് വിളമ്പിക്കണേ. പിന്നെ ഓനെ കുട്ടികളെയൊക്കെ പോയി പൊളിച്ചോണ്ടട്ടെ. എന്നാൽ അത്ര തന്നെ ഉള്ളൂ. ആ ചോറും പിന്നെ ചായയും പിന്നെ കോഴിക്കറി തന്നെ ഉള്ളൂ കേട്ടോ. അത് കറിയും കഷ്ണമൊക്കെ കൂട്ടിയാണ് ഇന്നത്തെ അത്താഴം. നാളെ മുതൽ പിന്നെ ഇറച്ചി വരട്ടും അതുമാതിരി പല വിധ കറി താളിപ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണമെങ്കിലൊക്കെ ഉണ്ടാക്കി തിന്നൽ കഞ്ഞി 1 വട്ടം 2 വട്ടമൊക്കെ ആയിട്ട് പുട്ടൊക്കെ തീറ്റ കഞ്ഞിനി. അപ്പോൾ തലേന്നത്തെ കുറച്ച് ചോറ് ബാക്കിയുണ്ടേനി, അത് ഞാൻ ഫ്രിഡ്ജിക്ക് വെച്ചിനി. നല്ല ചോറല്ലേ. അപ്പോൾ ഞാൻ അത് വേവിച്ചാൽ പറഞ്ഞാൽ തിളപ്പിച്ച് ഊറ്റാനൊന്നും പറ്റില്ല, റേഷൻ പീടികത്തെ അരിയല്ലേ. അപ്പോൾ ഞാനത് തട്ടി ഇങ്ങനെ ഒരു പാത്രത്തിലിട്ടാണ്ട് ഓട്ടപാത്രത്തിലിട്ടാണ്ട് ഒന്ന് ആവി ഒളിച്ച് ചൂടാക്കി എഴുതി. അപ്പോൾ അത് നമ്മളെ മുത്തശ്ശിങ്ങാക്ക പിന്നെ ഇറച്ചി കൊടുന്നീനി. ഇന്നത്തെ വാഗ 30 രൂപയാണ്. അപ്പോൾ ഇറച്ചിയൊക്കെ മുറിച്ചുകൊണ്ട് യാമിക്കുട്ടിക്ക് ചോറ് കൊടുക്കണം കേട്ടോ. എന്നിട്ടാണ് ഇറച്ചി തീമക്കാൻ. അങ്ങനെ യാമിക്കുട്ടീൻ്റെ ചോറ് കഴിഞ്ഞ് സച്ചൂരും അതിൻ്റെ അടിയിൽ കൂടെ കൊടുത്തിക്കണം കേട്ടോ. ഞാൻ ഇറച്ചി തീമക്കട്ടെ. ഇറച്ചിയൊക്കെ ആർക്കടുപ്പത്ത് തന്നെ ഉണ്ടാക്കണം. അതിൽ കുടുക്കടുപ്പത്ത് വെച്ചിരിക്കണം തിരിച്ചു കൂട്ടിക്കാണ്ട്. എനിക്ക് ഇറച്ചി ഇട്ടു. നമ്മൾ തലേന്ന് പിന്നെ ഈ വെളുത്തുള്ളി ഇഞ്ചൊക്കെ ചതച്ച് വെച്ചിനല്ലോ, അപ്പോൾ അതും കുറച്ച് ഇട്ടു. അങ്ങനെ ചതച്ച് വെച്ചതുകൊണ്ട് എന്തോ ഒരു സമാധാനം എന്നറിയും. മറ്റേ ഇറച്ചി കൊണ്ടുവരുമ്പോൾ അതൊക്കെ തൊലിച്ചലും അരക്കലൊരു പണിയേക്കാരും. പിന്നെ എനിക്ക് തക്കാളിയും പച്ചമുളകൊക്കെ കീറിയിട്ടു. പിന്നെ എനിക്ക് മസാലപ്പൊടികളും ഇട്ട് അതാണ് തിരിച്ചും കത്തിച്ചാൽ അടച്ചു വെച്ചു. മഞ്ഞൾപ്പൊടി, ജീരകപ്പൊടി, പിന്നെ മുളകും പൊടി, മല്ലിപ്പൊടി ഇട്ടു. പിന്നെ കുറച്ച് ഉപ്പിട്ടു. ഉപ്പ് ഞാൻ കല്ലുപ്പ് ഇട്ട് കൊടുത്തത് കേട്ടോ. മല്ലിപ്പൊടി ഇട്ടിട്ടില്ല കേട്ടോ. അത് കറിയാക്കാനല്ല, അത് വരട്ടാൻ വേണ്ടിയിട്ടാണ്. കറിക്ക് നമുക്ക് തലേന്നത്തെ കുറച്ച് ചിക്കൻ ബാക്കിയുണ്ട്, അതുകൊണ്ട് പിന്നെ കറി ആക്കണമെങ്കിൽ നമുക്ക് മല്ലിപ്പൊടിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ വരട്ടാനായപ്പോൾ മല്ലിപ്പൊടി ഇട്ടിട്ടില്ല. പിന്നെ ഒന്ന് എളുപ്പം വേകാൻ വേണ്ടി 2 മണി ഉലുവ ഇട്ട് കൊടുത്തിക്കണം. അതൊക്കെ നേരത്തെ തന്നെ ചെയ്ത് വെച്ചു കേട്ടോ. പിന്നെ ഞാൻ 2:30 കേപ്പോൾ പിന്നെ വടക്കണിക്ക് ഇറങ്ങിയത്. പിന്നെ വന്നുകൊണ്ട് പത്തിരിയൊക്കെ പിന്നെ വാട്ടി പരത്തുന്ന തിരക്കിലാണ്. കുറച്ച് തേങ്ങ ആണ് കേട്ടോ ഈ അടുപ്പത്ത് ചട്ടിയിലിട്ടിക്കണത്. ചാറ്റക്ക് അരക്കാൻ വേണ്ടിയിട്ട് തേങ്ങ വറുക്കാൻ വേണ്ടി വെച്ചതാണ്. നമ്മൾ ഇറച്ചിയൊക്കെ അവിടെ വെന്ത് എടുത്ത് വെച്ചിക്കണ് കണ്ടോ. ഇറച്ചിയൊക്കെ നല്ല വെള്ളം പറ്റി എടുത്ത് വെച്ചിക്കണ്. പിന്നെ നമുക്ക് ചാറിന് നമ്മൾ തലേന്ന് പെലച്ചകത്തെ ബാക്കി കുറച്ച് കോഴിക്കറിയുണ്ട്, കുറച്ചുള്ളൂ കേട്ടോ. അതുകൊണ്ട് ചൂടാക്കിയിട്ട് അതിക്ക് പിന്നെ തേങ്ങ വറുത്ത് അരച്ച് പോരാണ്. തേങ്ങയ്ക്ക് തന്നെ ഞാൻ കുറച്ച് മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുത്തിക്കണം. പിന്നെ മഞ്ഞൾപ്പൊടി, മുളകും പൊടി അങ്ങനത്തെ ഒക്കെ ഇട്ട് കൊടുത്തിക്കണം. പിന്നെ ഇതിക്കായിട്ട് ഇനി വേറെ ഒന്നും ചേർക്കണില്ല, ഉള്ളിയും തക്കാളിയും കേങ്ങൊന്നും ചേർക്കണില്ല. അപ്പോൾ നമ്മളെ തേങ്ങയൊക്കെ ഞാൻ വറുത്തുകൊണ്ട് പിന്നെ മാറ്റി വെച്ചുകൊണ്ട് അപ്പോൾ നമ്മളെ പത്തിരി വരത്തലും കഴിഞ്ഞിന്. ഞാൻ പത്തിരിയൊക്കെ ചൂടട്ടെ. പത്തിരി ഞാൻ ഇങ്ങനത്തെ ചട്ടി തന്നെ കേട്ടോ ചൂടൽ, അല്ലാത്ത ചട്ടിയിൽ ഞാൻ ചൂടലില്ല. ചട്ടി നമ്മുടെ അടുത്ത് ഇല്ലാലും വാങ്ങിയിട്ട് വേണം ഞങ്ങൾക്ക്. അപ്പോൾ കുട്ടികൾക്ക് കൊക്കവടാണെന്ന് പറഞ്ഞാൽ അതിക്കെല്ലാം ഉള്ളിയും തോൽച്ചുകൊണ്ട് തീർക്കണ്ടേ. അപ്പോൾ ഞാൻ കൊക്കവടൻ്റെ മാവ് കൂട്ടിയൊക്കെ കേട്ടോ. വലിയ ഉള്ളിയും പച്ചമുളകും ഇഞ്ചി അരിഞ്ഞിട്ടിക്കണേ. പിന്നെ കുറച്ച് ഉപ്പ് ഇട്ടിക്കണേ. ഇത് ചിക്കൻ മസാലയാണ് കേട്ടോ. പിന്നെ ഒരു 1.5 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി ഇട്ടിക്കണേ. ഇനി അതിക്ക് പിന്നെ കുറച്ച് കടലമാവും ഒരു തുള്ളി പിന്നെ അരിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. അരിപ്പൊടി 2 സ്പൂൺ അത്രയൊക്കെ മതി കേട്ടോ, തോനെയൊന്നും വേണ്ട. എന്നിട്ട് അതിക്ക് കുറച്ച് വെള്ളം പറഞ്ഞിട്ട് നല്ലോണം ഇളക്കിയിട്ട് മിക്സ് ആക്കിയിട്ട് അവിടെ അടച്ച് വെക്കുക. പിന്നെ കുറച്ച് ടൈം അവിടെ കിടക്കണം. അപ്പോഴേ അതൊരു പിന്നെ ഒന്നും കൂടി ഇട്ട് ലൂസാവും, ആ ഉള്ളിലത്തെ വെള്ളമൊക്കെ ഇറങ്ങിയാണ്ട്. അപ്പോൾ നമ്മൾ കോഴിക്കറി തീമക്കാണ്. പത്തിരിയൊക്കെ പെരത്തൽ കഴിഞ്ഞിക്കണ്. തേങ്ങയൊക്കെ ഞാൻ അരച്ച് കൊടുന്നിക്കണേ. അപ്പം ഇനി നമ്മൾ കോഴി ഞാൻ നേരത്തെ തന്നെ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തേക്ക് വെച്ചിനി. അപ്പോൾ അതിക്ക് കുറച്ച് വെള്ളം കൂടിയും പറഞ്ഞിട്ട് ഒന്നുകൊണ്ട് തിളപ്പിച്ചു. പിന്നെ നമ്മൾ അരച്ച് വെച്ച പിന്നെ തേങ്ങയും കൂടി ആയിക്കാണ് പറന്നുകൊണ്ട് നല്ലോണം തിളപ്പിച്ചു. ഞങ്ങൾ 4 ആളല്ലേ ഉള്ളൂ.
നമുക്ക് അത്ര തോന കറിയൊന്നും വേണ്ട. ഞാൻ പിന്നെ അത് തൂമിച്ചിട്ട് കേട്ടോ, അത് ഞാൻ ഉള്ളി അരിയട്ടെ. ഉള്ളിയൊക്കെ നേരത്തെ കാലത്ത് തന്നെ കുറച്ച് തൊലിച്ച് വെച്ചതുകൊണ്ടേ അങ്ങനത്തെ ചെറുവക പണികളൊക്കെ നമുക്കൊരു സമാധാനമാണ്. ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിക്കണ്. ഇനി ആദ്യം തന്നെ ഞാൻ അതിൽ കുറച്ച് വെളിച്ചെണ്ണ വറന്നിക്കണ്. അതിക്ക് പിന്നെ അരിഞ്ഞ ഉള്ളി ഇട്ട് കൊടുത്തിക്കണ്. ഇത് തൂമിച്ചാൽ ഉള്ളിയാണ് കേട്ടോ, ചാറ് തൂമിച്ചാലിൻ്റെ ഉള്ളിയാണ്. അപ്പോൾ ഉള്ളിയൊക്കെ കൂടെ മൂത്ത് വന്നിക്കണം. അതിൽ കുറച്ച് കറിവേപ്പിൻ്റെ എല്ലാം പാടെ ഇട്ടുകൊണ്ട് അത് പൊട്ടിയിട്ട് നമുക്ക് ഈ കറി കണ്ട് കയ്യിലോട്ടാണ് പാർന്ന് കൊടുക്കുക. എന്നിട്ട് ആ പിന്നെ ചട്ടിയിലാണ് നമ്മൾ സമൂസ ഉണ്ടാക്കുന്നത്. അപ്പോൾ ചട്ടിയിൽ സമൂസക്ക് എണ്ണ അവിടെ പറഞ്ഞിച്ച് കാണി. പിന്നെ നിസ്കരിച്ചാൻ പോയിട്ട് അപ്പോൾ ഇതിന് അസർഭാഗം കൊടുത്തിന്. നിസ്കാരം കഴിഞ്ഞെന്ന് പറഞ്ഞാൽ അപ്പോൾ ഇതിന് എണ്ണയൊക്കെ നല്ലോണം ചൂടായിരിക്കും. ചെറിയൊരു കണൽമ വെച്ച് കൊടുത്ത് പോയതാട്ടോ, വർഗ്ഗമൊക്കെ തിരിച്ച് വെച്ചിന്. അപ്പോൾ ഞാൻ സമൂസ അല്ലേ കൊക്കവട പൊരിച്ചെടുക്കട്ടെ. കൊക്കവട പൊരിച്ചുമ്പോഴേ ആദ്യം തന്നെ നമ്മൾ കോഴിയൊക്കെ പൊരിച്ച മാതിരി കുറച്ച് കരിവേപ്പിൻ്റെ എല്ലാം അതിലിട്ട് പൊരിച്ചാൽ മതി. നല്ലൊരു പിന്നെ കരിവേപ്പിൻ്റെ ഒരു രസീക്കാരം. ഞാനത് ആദ്യം ആക്കാൻ മറന്നു. ഏതായാലും ഞാൻ പിന്നെ കുറച്ചായി കിട്ടുകൊണ്ട് പൊരിച്ചെടുത്തു. ഞങ്ങൾ സമൂസയൊക്കെ പൊരിച്ചെടുക്കട്ടെ. അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ചോറ് വെക്കാൻ. അല്ലേ വെള്ളമൊക്കെ ഞാൻ കൊണ്ടുവന്ന് വെച്ചിരിക്കണേ. പച്ചക്കൊക്കെ തണിയും തീമ്മിട്ടിക്കണം കേട്ടോ. അപ്പോൾ നമ്മളെ പരിപാടികളൊക്കെ ഏകദേശം കഴിക്കണം. ഇനി നമുക്ക് പിന്നെ തുറക്കുമ്പോഴത്തേനുള്ള കുറച്ച് സാധനങ്ങൾ കൂടി റെഡിയാക്കണം. അപ്പോൾ ഒരു കുട്ടികൾ പിടിയിൽ പോയി കണ്ട് മാങ്ങയും മുന്തിരിയൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ മാങ്ങ ജ്യൂസ് അടിച്ച് വെക്കട്ടെ. എന്നാൽ പിന്നെ തുറക്കുമ്പോൾ മാങ്ങയ്ക്ക് കുറച്ച് പഞ്ചാരയും കുറച്ച് വെള്ളം മാത്രമേ ഇടുന്നുള്ളൂ കേട്ടോ. പാല് അങ്ങനത്തെ ഒന്നും നമ്മൾ പാലില്ല. മാങ്ങയും പാലും പാടെ അത്ര നല്ലതൊന്നും അല്ല പറയുന്നിട്ടിരിക്കണം. അപ്പോൾ ജ്യൂസൊക്കെ കൂടെ അടിച്ചിക്കണേ. ഞാൻ ഈ ഒരു ജാർക്ക് പറന്ന് വെക്കുകയാണ്. ഇപ്പം ഇതിപ്പോൾ ലൂസാക്കണമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ തന്നെ അവിടെ കടന്നോട്ടെ. തുറക്കാൻ നേരത്ത് കുറച്ച് തണുത്ത വെള്ളമൊക്കെ പറന്നുകൊണ്ട് ലൂസാക്കി എഴുതിയാണ്ട് അത് അങ്ങനെ തന്നെ വെച്ചേക്കണം. ഞാൻ ഫ്രിഡ്ജിൽ കൊണ്ടേക്കട്ടെ കേട്ടോ, ഒന്ന് തണുപ്പ് വയ്ക്കോളൂ. ഞാൻ കുറച്ച് മുന്തിരിയും കൊടുന്നിക്കണം. അതൊക്കെ പിന്നെ കൊൽമന്നൊക്കെ വേറെടുത്ത് കെടുത്താക്കട്ടെ. അപ്പോൾ മുന്തിരിയൊക്കെ കക്കിക്കണേ. ഇതൊന്നും കൂടി നല്ല വെള്ളത്തിൽ ഒന്നും കൂടി കേൾക്കട്ടെ കേട്ടോ. എന്നാൽ അല്ലെങ്കിൽ അത് കൊപ്പാടെ കൂട്ടി കഴിക്കിയതല്ലേ നമ്മൾ. ഞാൻ കഴുകി അതും ഫ്രിഡ്ജിൽ കൊണ്ടേക്കട്ടെ. അതൊക്കെ ഒന്ന് തണുത്തോളും. അപ്പോൾ നമ്മളെ ചോറിന് വെച്ച വെള്ളമൊക്കെ കഴിക്കണേ, ചൂടായിക്കണേക്ക് ഞാൻ അരി കെട്ടുകൊടുത്ത് അതൊക്കെ ഒന്ന് കത്തിച്ച് ലെവലാക്കട്ടെ. എന്നാൽ തുറക്കാനാകുമ്പോഴത്തേന് ചോറും കൂടി ഊറ്റണം, എന്നാലേ ഇപ്പോൾ ഒരു സമാധാനം ആവുള്ളൂ. അപ്പോൾ നമ്മളതൊക്കെ റെഡി ആയിക്കണം കേട്ടോ. അവിടെ പിന്നെ ഇറച്ചിയാണിത്, ഇത് കോഴിക്കറി, ഇത് കൊക്കവട, ഇത്. അപ്പോൾ എൻ്റെ ചാനൽ കാണുന്ന ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ, വീഡിയോ കാണുന്ന ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുകയൊക്കെ വേണം കേട്ടോ. അപ്പോൾ ഞാൻ വടക്കണൊക്കെ പാത്രമൊക്കെ മോറി തിണ്ടൊക്കെ തുടച്ച് വെച്ചിക്കണേ. ഇനി പുറത്ത് പോയി വെള്ളം കുടിക്കാൻ പുറത്ത് കൊണ്ടു വെച്ചിക്കണേ. കുറച്ച് വെള്ളം കൂടി കൊണ്ടുവന്നേക്കട്ടെ. കുടിച്ചാല വെള്ളം ഞാൻ കിണറ്റിൽ തന്നെ മുക്കിയെടുക്കലാണ് കേട്ടോ. പൈപ്പത്ത് വെള്ളം ഒന്നും കുടിച്ചെടുക്കലില്ല. നമ്മളെ തന്നെയാണ് കിണറ്. വടക്കണിയിൽ നിന്ന് ഇറങ്ങുന്നോട് തന്നെ കിണറാണ്. അപ്പോൾ വെള്ളമൊക്കെ മുക്കി കൊണ്ടുവന്ന് വെച്ചിക്കണേ. ഞാൻ കുറച്ച് നാരങ്ങാവെള്ളം കൂടിയും കലക്കട്ടെ. റമദാൻ മാസം നോലും പുറക്കുമ്പോഴേ നാരങ്ങാവെള്ളം അല്ലെങ്കിൽ ഒരു രസം ഉണ്ടാവില്ല. നാരങ്ങാവെള്ളം മാത്രം മതി, വേറെ ഒന്നും കിട്ടിയില്ലെങ്കിലും പാടില്ല. പിന്നെ അതൊക്കെ ഉണ്ടെങ്കിൽ കുടിച്ചോ വേറെ കാര്യം. പക്ഷെ നാരങ്ങാവെള്ളം അല്ലാതെ എന്താ പറയുക, നോമ്പ് പുറക്കാൻ കഴിയില്ല. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് നാരങ്ങാവെള്ളം കൂടിയും കലക്കിക്കണം. നമ്മൾ തുറക്കാനായി, സാധനങ്ങളൊക്കെ ഇവിടെ റെഡിയായി. ബാങ്ക് കൊടുത്ത് ഞങ്ങൾ തുറന്നു കേട്ടോ. ഞങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കണ്ടോളി. അപ്പോൾ കുട്ടികളൊക്കെ തോൽമ്പ് പറഞ്ഞുകാണ്ടേ ചായ കുടിച്ചിട്ടോ. ഞാൻ പിന്നെ അപ്പോൾ ചായ ഒന്നും കുടിച്ചില്ല. ഞാൻ തുറക്കാനുള്ള സാധനങ്ങളൊക്കെ തിന്നാണ്. നിസ്കാരം കഴിഞ്ഞ് വന്നിട്ടുണ്ട് ചായ കുടിച്ചോ. എന്നാൽ പിന്നെ ചായയുടെയും കഴിഞ്ഞ് പാത്രമൊക്കെ മുറിച്ച് വടക്കണി വെച്ചേക്കണം പോകാമല്ലോ. അപ്പോൾ കൊച്ചിനും കുട്ടികൾക്കൊക്കെ ഞാൻ പത്തിരിയും കറിയൊക്കെ കൊണ്ടുവന്ന് വെച്ച് കൊടുത്തിന്. അപ്പോൾ ഓരോക്കെ അതൊക്കെ തിന്നുകൊണ്ട് അങ്ങനെ നീച്ച് പോയി. അപ്പോൾ ഇത്രയൊക്കെയുള്ള നമ്മൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊന്നും മറക്കണ്ട കേട്ടോ. അപ്പോൾ ഞാനിവിടെ അതിൻ്റെ ചെയ്യാണ്. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു, ബൈ ബൈ.